ഹായ് ഓൾ, എൻ്റെ പേര് അമൽ ബാബു, മെഡിക്കൽ കരിയേഴ്സ് ഇൻ്റർനാഷണലിൻ്റെ ഡയറക്ടറാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത നഴ്സസ് ഇമിഗ്രേഷൻ പ്രോഗ്രാം ടു ദ ഡെൻമാർക്ക് എന്ന വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒട്ടനവധി ക്വയറീസ് ലഭിക്കുകയും ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അവരുടെ എല്ലാം ഒരു കോമൺ റിക്വസ്റ്റ് വന്നിരുന്നത് ഈ ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ ഡെൻമാർക്കിലേക്കുള്ള നഴ്സസിനായിട്ടുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ ടോട്ടൽ പ്രോസസ്സിംഗ് ബ്രീഫ് ചെയ്യുന്ന ഒരു വീഡിയോ ഇവരെല്ലാം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അത് അവർക്ക് വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലെ പേരൻസോ അല്ലെങ്കിൽ ഹസ്ബൻഡ്സോ ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പം അങ്ങനെ ഒരു വീഡിയോ കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് കൺവേ ചെയ്യാമെന്ന് അവർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ആണ് ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സോ ഈ വീഡിയോയിൽ നമ്മളിതിൻ്റെ ഒരു ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ആണ് പറയുന്നത്. കൂടാതെ പല ആൾക്കാരും കോമൺലി ചോദിച്ചൊരു ചോദ്യമുണ്ട്, 3 ഇയർ വിസയ്ക്കാണല്ലോ നമ്മൾ പോകുന്നത്, അപ്പോൾ 3 ഇയർ കഴിഞ്ഞ് കഴിയുമ്പം വിത്ത് ഫാമിലി ആയിട്ട് മടങ്ങേണ്ടി വരുമോ എന്നൊരു ചോദ്യവും വന്നിരുന്നു. സോ എനിക്ക് തോന്നി ആ ഒരു ഏരിയകളിലും കുറേ ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ടെന്ന് തോന്നി. സോ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റ് സബ്മിഷനാണ്. ഡോക്യുമെൻറ്റ് സബ്മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുടെ CV, നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റുകൾ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ ഇനിഷ്യലി സബ്മിറ്റ് ചെയ്യണം. ഇത് സബ്മിഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു സെക്കൻഡ് ലെവൽ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് 2 കാര്യങ്ങൾ കയറി വരും. അത് ഒന്ന് കോളേജ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ കൗൺസിൽ വെരിഫിക്കേഷൻ. ഈ കോളേജ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് കൗൺസിലാണോ നമ്മൾ ആക്റ്റീവായിട്ട് രജിസ്ട്രേഷൻ ഉള്ളത് ആ കൗൺസിലിൽ നമുക്ക് ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സുണ്ട്. കൂടാതെ ഈ സ്റ്റേജിൽ തന്നെ നിങ്ങളുടെ സൈഡിൽ നിന്നും നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റ്, ഇനി പേരിൽ മറ്റു വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ 1 and same തുടങ്ങിയ ഡോക്യുമെൻറ്റുകളെല്ലാം നമ്മൾ നോട്ടറി ചെയ്തിട്ട് നമുക്ക് ഡെൻമാർക്കിലേക്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സ്റ്റേജാണ് രണ്ടാമതായിട്ട് വരുന്നത്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിച്ച കോളേജ് ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഇല്ല എങ്കിൽ അത് പ്രോസസ്സിങ്ങിനെ ബാധിക്കും. അതുപോലെ തന്നെ പഠിച്ച കോളേജ് പേര് മാറുകയോ അല്ലെങ്കിൽ പുതിയൊരു മാനേജ്മെൻറ്റ് എടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അഡീഷണൽ ഡോക്യുമെൻ്റ് ആയിട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഈ വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു 4 to 5 months നമ്മൾ മിനിമം വെയിറ്റ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ അപ്രൂവൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഈ ഡെൻമാർക്ക് ഇമിഗ്രേഷൻ പ്രോഗ്രാമിലെ മോസ്റ്റ് ക്രൂഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് അപ്രൂവൽ വരിക എന്നുള്ളതാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK NHSലേക്ക് നോക്കുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ഒരു നഴ്സിന് COS വരുന്ന പോലെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഒരു പരിധി വരെ. അപ്പം ഈ അപ്രൂവൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു പീരീഡ് ഏകദേശം ഇതിന് ടൈം എടുക്കും. ഇത് ഡെൻമാർക്കിൻ്റെ അവിടെയുള്ള ഡെൻമാർക്കിൽ നമുക്ക് വരേണ്ട ഒരു അപ്രൂവലാണ്. അപ്പം ആ ഒരു അപ്രൂവലിന് വേണ്ടി ഏകദേശം ഇന്ന ടൈമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏകദേശം അപ്രോക്സിമേറ്റ്ലി 4 to 5 months സമയമെടുക്കും എന്ന് മനസ്സിലാക്കുക. ഈ അപ്രൂവൽ വരണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റുകളൊന്നും മിസ്സാവാൻ പാടില്ല. അവർ റിക്വയർമെൻറ്റ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെൻറ്റും നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ അപ്രൂവലിനിടയിൽ ചിലപ്പോൾ അഡീഷണൽ ഡോക്യുമെൻറ്റുകൾ ചോദിക്കാനിടയുണ്ട്. ആ അഡീഷണൽ ഡോക്യുമെൻറ്റുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഈ സ്റ്റേജ് കഴിഞ്ഞ് നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ അപ്രൂവൽ കിട്ടുക എന്നുള്ളതാണ്. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ വിസ പ്രോസസ്സിങ്ങിലേക്ക് പോവുക എന്നുള്ളതാണ്. വിസയുടെ ഹെൽപ്പ് മൊത്തം ഇവിടുന്ന് ഞങ്ങൾ മെഡിക്കൽ കരിയേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. വിസ അസിസ്റ്റൻസ് മൊത്തം ചെയ്തു തരുന്നുണ്ട്. സോ വിസയ്ക്ക് വെച്ച് വിസ സാങ്ഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആസ് വി നോ നമ്മൾ ഫ്ലൈ ചെയ്യുകയാണ് ഡെൻമാർക്കിലേക്ക്. ലോങ് ടൈം ടൈപ്പ് D ലോങ് ടൈം സ്റ്റേ വിസ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ ഈ വിസയിലാണ് നമ്മൾ ഡെൻമാർക്കിലേക്ക് വിത്ത് ഫാമിലി ആയിട്ട് നമുക്ക് പോകുന്നത്. ഫാമിലി സപ്പോർട്ടീവാണ്. അപ്പം ഇവിടെയാണ് എല്ലാവരുടെയും ഡൗട്ട്. ഇതിൻ്റെ ഇത് 3 ഇയറിലാണല്ലോ വാലിഡിറ്റി. അപ്പം 3 ഇയർ നമ്മളവിടെ പോയി അതിന് ശേഷം ജോലി കിട്ടിയാൽ നമുക്ക് 3 ഇയർ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഈ വിസ എന്ന് പറയുന്നത് ഇതൊരു ഇമിഗ്രേഷൻ പ്രോഗ്രാമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സോ ഇത് നിങ്ങൾക്ക് ഒരു 3 ഇയർ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനും ഒരു ജോബിലേക്ക് കയറി ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ടൈമാണ്.
അല്ലാതെ നമ്മൾ 3 ഇയർ കഴിയുമ്പോൾ തിരിച്ചു വരണം എന്ന് അവിടെ അർത്ഥമാക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഡെൻമാർക്കിലുള്ള ഒരു ഹോസ്പിറ്റലോ ഒരു ക്ലിനിക്കോ ഇഷ്യൂ ചെയ്തിരുന്ന ഒരു വിസയ്ക്കല്ല നമ്മൾ പോകുന്നത്. ഫോർ എക്സാമ്പിൾ NHSന്റെ ഒരു ട്രസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് UK-യിൽ, അല്ലെങ്കിൽ അയർലൻഡിലെ ഒരു HSCയുടെ ട്രസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അവർ തരുന്ന ഒരു COSന്റെ പുറത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കിട്ടുന്ന ഒരു വിസയിൽ പോകുന്ന പോലെയല്ല ഇത് നമുക്ക് 3 ഇയർ അവിടെ ചെന്ന് സ്റ്റേ ചെയ്യാനും വർക്ക് ചെയ്യാനും ഒരു ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാനുമുള്ള ടൈം പീരീഡാണ്. ഇത് ശരിക്കും ഗവൺമെൻറ്റാണ് നമുക്ക് ഇഷ്യൂ ചെയ്ത് തരുന്നത്, അത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മെറ്റീരിയൽ കരിയേഴ്സ് നിങ്ങൾക്ക് എയർപോർട്ട് പിക്കപ്പ് ഉണ്ടാവും, അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൂടാതെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇതിന് തൊട്ട് മുമ്പിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഡെൻമാർക്കിലേക്ക് പോകുന്നതിനായിട്ട് ഒരു വിധത്തിലുള്ള ലാംഗ്വേജ് റിക്വയർമെൻറ്റും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഡെൻമാർക്കിൽ എത്തിയതിനു ശേഷം ഒരു ഹെൽത്ത് കെയറിലേക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാനിഷ് ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വേണം. കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ എന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ ചെന്നിട്ട് ഒരു വിധത്തിലുള്ള എക്സാംസും ഇല്ല, നോ എക്സാംസ്. അത് വളരെ റിലാക്സിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, എസ്പെഷ്യലി ഫോർ ദ ഇന്റർനാഷണൽ നഴ്സസ്. ഒരു എക്സാം എഴുതി ഇത്ര സ്കോർ വേണം അല്ലെങ്കിൽ ഇത്ര ബാൻഡ് വേണം എന്നൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ഏരിയകളില്ല. നമുക്കൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് വേണം. അത് നമുക്കൊരു അവിടെ അത് ഹെൽത്ത് കെയറിൽ വേണമെന്നേ പറയുള്ളൂ. മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ മറ്റേതെങ്കിലും ജോബ് സെക്ടറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസ് മോർ ദാൻ ഇനഫ്. കാരണം 80 to 85% ആളുകളും ഡെൻമാർക്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരോ അറിയാവുന്നവരോ ആണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഇന്റർനാഷണൽ നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ 3 to 4 months മിനിമം ഇതിനെടുക്കുന്ന ഒരു പീരീഡ്. പിന്നെ അടുത്തൊരു ചോദ്യമാണ്, എത്ര ടൈം എടുക്കും ഈ ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എത്ര കാലമുണ്ടെന്നൊക്കെയുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇന്ന പീരീഡ് ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കോൺഫിഡൻ്റ് ആവുന്നത് ടു അറ്റൻഡ് ഇന്റർവ്യൂ ഫ്രം ദ സൈഡ് ഓഫ് ദ ഹോസ്പിറ്റൽ ഇൻ ഡാനിഷ് ലാംഗ്വേജ്, അതാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ. അത് നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവുന്ന ടൈം വരെ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഡാനിഷ് ലാംഗ്വേജ് ട്രെയിനിങ്ങിന് നിങ്ങൾ ഒരു വിധത്തിലുള്ള പേയ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നോർമലി ഒരു നഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 to 4 months വരെ പോകാം. ഒരു ക്വിക്ക് ലേണർ ആണെങ്കിൽ മാക്സിമം പോയാൽ ഒരു 6 months നമുക്ക് ഡാനിഷ് ലാംഗ്വേജിൽ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു പീരീഡിൽ അടുത്തൊരു ചോദ്യമാണ്, അപ്പോൾ ഈ ഒരു പീരീഡ് 3 to 4 months അല്ല 2 to 6 months നമ്മൾ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുക, അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പീരീഡിൽ നമുക്ക് പല വിധത്തിലുള്ള പാർട്ട് ടൈം ജോബുകൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പാർട്ട് ടൈം ജോബിന് നമുക്ക് അപ്ലൈ ചെയ്തതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രൊഫഷ്യൻസി മതി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡെൻമാർക്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു സ്പോക്കൺ ലാംഗ്വേജാണ്. നമുക്ക് ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഡാനിഷ് ലാംഗ്വേജിൽ ഒരു പ്രൊഫഷ്യൻസി ആവശ്യമുള്ളൂ. അതും സംസാരിക്കാനായിട്ട് അത് കേട്ടാൽ മനസ്സിലാവുന്നൊക്കെയായിട്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റ് ജോബ് സെക്ടേഴ്സിലേക്ക് നമുക്കൊരു പാർട്ട് ടൈമിൽ കയറുന്നതിനോ മറ്റോ, ഇപ്പം കൂടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ സ്പൗസോ വൈഫോ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിലും അവർക്കും അവർ മറ്റേതെങ്കിലും സെക്ടറാണ്, ഫോർ എക്സാമ്പിൾ IT അല്ലെങ്കിൽ ഹോട്ടൽ വാട്ടർ ഇറ്റ്, ആ ഒരു ഏരിയയിലേക്ക് അവർക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു വിധത്തിലുള്ള ഡാനിഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റും ആവശ്യമില്ല. ഇംഗ്ലീഷ് ലാംഗ്വേജുള്ള പ്രൊഫഷ്യൻസി മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈമിനായിട്ട് കയറാനായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജുള്ള പ്രൊഫഷ്യൻസി മതി. ഈ 4-5 മാസം കൊണ്ട് നമ്മൾ ഡാനിഷ് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ഹോസ്പിറ്റലുകളിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കെയർ ഹോമുകളിലേക്കൊക്കെ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാം. ആ ഇൻ്റർവ്യൂ വിച്ച് വിൽ ബി ഹെൽഡ് ഇൻ ഡാനിഷ് ലാംഗ്വേജ് ഉണ്ട്. വൺസ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്ക് അഡാപ്റ്റേഷൻ കോഴ്സും മറ്റും ട്രെയിനിങ് ഒക്കെ തരുന്നതാണ്. അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. വൺസ് അഡാപ്റ്റേഷൻ ക്ലിയർ ചെയ്യുന്നതോടുകൂടി വി വിൽ ബി അല്ലെങ്കിൽ ദ നഴ്സസ് വിൽ ബി ആൻ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ദ ഡെൻമാർക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. RN ആയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് PR-നുള്ള ആപ്ലിക്കേഷനിലേക്കും കാര്യങ്ങളിലേക്കും കയറാവുന്നതാണ്. അപ്പം ഈ 3 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ, ഇനിയിപ്പം 1 ഇയർ കൊണ്ടാണ് നമുക്കൊരു ജോബ് കയറുന്നതെങ്കിൽ പോലും, ജോബിന് ഒരു രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ജോബ് കിട്ടുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. 2 ഇയർ ആയാലും കുഴപ്പമില്ല, അത്രയൊന്നും പോവില്ല നോർമലി. അപ്പം നമുക്ക് ഈ ഒരു പീരീഡ് 3 ഇയർ വരെ ഇങ്ങനെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ജോബ് വിസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് UK-യിലും അല്ലെങ്കിൽ അയർലൻഡിലും ഒക്കെ നടക്കുന്ന പോലെ തന്നെ നമ്മുടെ എംപ്ലോയർ അത് റിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മറ്റ് എംപ്ലോയേഴ്സിലേക്ക് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നത്തിങ് ഇസ് പെർമനൻറ്റ്. ഇപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി പോലും എത്ര കാലം ഉണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം
ഇത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടുകളേ ഉള്ളൂ, തൗസൻഡ്സ് ഓഫ് സ്ലോട്ടേ ഉള്ളൂ. അത് വേൾഡ് വൈഡ് ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സോ ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള ഏത് നഴ്സിനും, അതായത് ഈ പറഞ്ഞ ക്രൈറ്റീരിയ നമുക്കറിയാം, ജസ്റ്റ് 1 year മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി. പിന്നെ ബെഡ് കപ്പാസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കുന്നില്ല. BSc, GNM മിനിമം 3.6 years സ്റ്റഡി, അല്ലെങ്കിൽ പോസ്റ്റ് BSc, അതും അല്ലെങ്കിൽ MSc, ഇതുള്ള ആർക്കും അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ജസ്റ്റ് 1 year എക്സ്പീരിയൻസും ഈ പറഞ്ഞ പോലെ BSc, GNM 3.6 years, അല്ലെങ്കിൽ പോസ്റ്റ് BSc ഉണ്ടെങ്കിൽ ഇനിയിപ്പം GNM 3 year പഠിച്ചാലും കുഴപ്പമില്ല, അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ MSc. അപ്പോൾ ഇതറിയാം, നമുക്ക് ബേസിക് ക്രൈറ്റീരിയകളേ ഉള്ളൂ. അപ്പോൾ ഈ ക്രൈറ്റീരിയകളിൽ ആർക്കും അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വേൾഡ് വൈഡ് ആണ്, ലിമിറ്റഡ് സ്ലോട്ടാണ്. സോ ഒരു പരിധി വരെ ഫസ്റ്റ് കം ഫസ്റ്റ് സർവിലാണ് നമുക്ക് അപ്രൂവൽ കിട്ടുന്നത്. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ അപ്രൂവൽ കിട്ടുക എന്നുള്ളതാണ്. ഒരു പരിധി വരെ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സർവിലാണ് നമുക്ക് അപ്രൂവൽ വരുന്നത്. പിന്നെ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ, സബ്മിഷൻ, അങ്ങനെയുള്ള കുറച്ച് ഏരിയകളുണ്ട്. സോ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇത് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, the early we apply, the higher the possibility of getting the job, അല്ലെങ്കിൽ the higher the possibility of securing the opportunity of being a registered nurse in Denmark. അതെപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുക. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഏതെങ്കിലും ഏരിയകൾ ക്ലിയർ ആവണം, ഡൗട്ട് ഉണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ മെഡിക്കൽ കരിയേഴ്സിൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഇതിലൊക്കെ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉള്ളതാണ്. ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്യുക. അതുവഴി നിങ്ങൾക്ക് ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങൾ, ഇതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഫോളോ us on our Facebook, YouTube and Instagram. And you can contact me anytime for any kind of information assistance. Thank you so much. Bye-bye.